സോ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിൻ്റെ സീസൺ 4 ഫസ്റ്റ് എപ്പിസോഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 1K ആണ്. നിങ്ങൾ ഇതുവരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാന്നെനിക്ക് ഒന്ന് ലൈക്ക് തന്നേക്കുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുറക്കി തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഒരുപാടധികം ഫുഡ് കൊടുക്കുകയാണ് നമ്മുടെ ഗോറ്റോ. ഇതേസമയം തന്നെ അവൻ ചോദിക്കുകയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യും, ആ 3 കുട്ടികളൊക്കെ എന്ത് ചെയ്ത് ചോദിക്കുകയാണ്. ഇതേസമയം തന്നെ നമ്മുടെ താൻജറോ പറയുകയാണ് ഇവിടെ ഇപ്പം ഹാഷ്രാസ് ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നെസ്കോൻ്റെ കൂടെ. നെസ്കോ ഇപ്പം സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് നന്നായിരുന്നു തന്നെ നമ്മുടെ ഗോട്ടോ പറയുവാണ്. അത് നല്ലൊരു കാര്യമാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആ മഞ്ഞ മുടിക്കാരൻ വന്നാൽ എല്ലാം കുളവാകും. എന്നാൽ ഇതേ സമയം തന്നെയായിരുന്നു ആ മഞ്ഞ മുടിക്കാരൻ അങ്ങോട്ട് വരുന്നത്. അവൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് തന്നെ അവൻ്റെ തലയിലോട്ട് ഏതാണ്ട് ഒരു കളിപ്പാട്ടം പോലത്തെ ഏതാണ്ട് ഒരു സാധനം. ഇതേ സമയം തന്നെ ആ കളിപ്പാട്ടം എടുക്കാൻ വന്ന ആ 3 കുട്ടികളിൽ ഒരു കുട്ടി കാണുകയാണ് നമ്മുടെ സെനിറ്റ്സുവിനെ. ഇതേ സമയം തന്നെ ബാക്കിയുള്ള 2 പേരെയും കൂടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ സെനിറ്റ്സുവിൻ്റെ അടുത്തോട്ട് അവർ 3 പേരും കൂടെ ചെല്ലുകയാണ്. ആ 3 കുട്ടികൾ വരുന്നത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിറ്റ്സ് പറയുകയാണ് നിങ്ങൾ 3 പേരും എനിക്ക് വേണ്ടിയാണോ ഇവിടെ കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട്. എനിക്കറിയാം നിങ്ങൾ ഒരുപാട് എന്നെ മിസ് ചെയ്തെന്ന്. നിങ്ങൾക്കറിയാവോ, ഈ മിഷനിലാണെങ്കിൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്, നിങ്ങൾ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കുമല്ലോ എന്ന് പറഞ്ഞ് ആലോചിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫുൾ ടെക്നിക്ക് യൂസ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. കുറച്ചാൾ ഇവിടെ ഞാനില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം സങ്കടമായി കാണുമെന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സു. ഇതേ സമയം തന്നെ ആ കുട്ടികളിൽ ഒരാൾ പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, പക്ഷെ നിങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടെന്ന്. എന്നാൽ ഇതേ സമയത്തായിരുന്നു അങ്ങോട്ട് ആവി വരുന്നത്. നമ്മുടെ സെനിറ്റ്സു ആവിയോട് പറയുകയാണ് നിങ്ങൾ എന്നെ മിസ് ചെയ്ത് കാണുമല്ലേ മിസ്സിസ് ആവി എന്ന് പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഇവിടെ വന്നല്ലോ എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് അവിടെ നെസ്കോ വന്നിട്ട് ഇങ്ങനെ ഒത്തി നോക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ സെനിറ്റ്സു നമ്മുടെ നെസ്കോനെ കാണുകയാണ്. നെസ്കോനെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിറ്റ്സു അങ്ങ് അലറി വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ടു ഹോം എന്ന് പറയുകയാണ് നമ്മുടെ നെസ്കോ. ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ സെനിറ്റ്സു ഇല്ലാതായി പോവുകയാണ്. എന്നിട്ട് ഓടി വന്നിട്ട് നമ്മുടെ നെസ്കോന്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയുകയാണ് നെസ്കോ നീ 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 സംസാരിച്ചു, നീ ഇതൊക്കെ എനിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്? അർത്ഥം എന്തുവാ, നീ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പഠിച്ചു അല്ലേ? എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സു. നീ ഞാൻ ആദ്യമായിട്ട് ചന്ദ്രന്റെ വെട്ടത്തിൽ കണ്ടപ്പോൾ നിന്നെ കാണാൻ വളരെയധികം സൗന്ദര്യം ഉണ്ടായിരുന്നു, പക്ഷെ അതിനെക്കാട്ടി സൗന്ദര്യമുണ്ട് നിന്നെ സൂര്യവെട്ടത്തിൽ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. അതുമാത്രമല്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം, നീ ആ കാര്യങ്ങളൊന്നും ഓർത്ത് പേടിക്കേണ്ട എന്ന് പറയുകയാണ് നമ്മുടെ സെനിറ്റ്സു. വളരെയധികം സന്തോഷത്തിൽ നമ്മുടെ സെനിറ്റ്സു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നെസ്കോ പറയുകയാണ് ഇനുസുക്കെ വെൽക്കം ടു ഹോം. എന്താണ് നീ പറഞ്ഞത്? ഇനൂസുക്കെ വെൽക്കം ടു ഹോം എന്ന് പറഞ്ഞ് നമ്മുടെ സെനിറ്റ്സുവിനോട് പറയുകയാണ്. ഇതൊക്കെ കണ്ട് വളരെയധികം കലി കയറുവാണ് നമ്മുടെ സെനിറ്റ്സുവിന്. എന്തിയവൻ, എനിക്കിപ്പോൾ അവനെ കൊല്ലണമെന്ന് പറയാണ് നമ്മുടെ സെനിറ്റ്സ്. നമ്മുടെ താൻജറോയോട് ഗോട്ടോ ചോദിക്കുകയാണ് എന്തി ആ പന്നിത്തലയൻ രാവിലെ ഇതുവരെ കറങ്ങി നടക്കുന്നത് കണ്ടു, പിന്നെ ഞാൻ അവനെ കണ്ടിട്ടില്ല, രാവിലെ എന്തോ നെസ്കോയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്ന് നമ്മുടെ താൻജറോയോട് ഗോട്ടോ പറയുന്നു. അവൻ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ? ഇപ്പോഴാണ് നമ്മുടെ ഇനോസ്കി നമ്മുടെ നെസ്കോനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യം കാണിക്കുന്നത്. ഇനോസുക്കെ 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 എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് നമ്മുടെ നെസ്കോ പറയാണ് ഇനൂഫുക്കെ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെനിറ്റ്സു. അല്ലടി ബിഗ് ബോസ് ഇനൂസുക്കെ ബിഗ് ബോ ഇനൂഫുക്കെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ 2 പേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ഹാഗ്നോസിക്ക വരുന്നത്. ഹാഗ്നോസിക്കിനെ കണ്ടുടനെ തന്നെ നമ്മുടെ താൻജറോ ചോദിക്കുവാണ് ഹാഗ്നോസിക്ക എങ്ങനെയുണ്ട്, നിങ്ങളുടെ മുറിവൊക്കെ കുറവുണ്ടോ, ഉണങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ നമ്മുടെ ഹാഗ്നോസിക്ക ആണെങ്കിൽ അവൻ നേരത്തെ പോളിഷ് ചെയ്യാൻ കൊടുത്ത ആ വാള് കൊണ്ട് താൻജറോയ്ക്ക് കൊടുക്കുകയാണ്. കട്ടാര കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ താൻജറോയ്ക്ക് ഒരുപാടധികം സന്തോഷമാവുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഹാഗ്നോസിക്ക പറയുകയാണ് ഒട്ടസുവിനെ പ്രൊട്ടക്ട് ചെയ്തതിന് ഒരുപാടധികം നന്ദിയുണ്ടെന്ന്. അങ്ങനെ താൻജറോ വാളെടുത്ത് നോക്കാൻ നേരത്തെ എന്തോ വിചിത്രമായിട്ട് തോന്നി. ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈ ക്വാളിറ്റി സ്റ്റീൽ യൂസ് ചെയ്താണ്, അതുകൊണ്ട് തന്നെ ഈ കട്ടാന ഉണ്ടാക്കിയ സോർട്ട് സ്മിത്ത് ഒരു ചില്ലറക്കാരനൊന്നുമല്ല, അത്യാവശ്യം പവറൊക്കെ ഉള്ള ഒരു സോർട്ട് സ്മിത്ത് തന്നെ ആയിരിക്കുമെന്ന് നമ്മുടെ ഹാഗ്നോസിക്ക പറയുക. ഇതേ സമയമായിരുന്നു നമ്മുടെ താൻജറോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ വാളിൽ ഡിസ്ട്രോയ് എന്ന് എഴുതിയിരിക്കുന്നത് ഈ സോർട്ട് ഉണ്ടാക്കിയ സോർട്ട് സ്മിത്ത് ആണെങ്കിൽ എല്ലാ ഡീമൻസിനെ കൊല്ലണമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് തന്നെ അതിൽ ഡിസ്ട്രോയ് എന്ന് എഴുതി. സ്വന്തം പേരെഴുതാതെ ഡിസ്ട്രോയ്. സാധാരണ ഡിസ്ട്രോയ് എന്നൊക്കെ എഴുതുന്നത് ഹാഷ്രാസിന്റെ കട്ടാണുകളിലാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ താൻജറോ ഞെട്ടുകയാണ്. ഓ നോ, ഇതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇത് ഇത്രയധികം വിലയൊക്കെയുള്ള വാളായിരുന്നു, പക്ഷെ ഞാനൊന്ന് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് നമ്മുടെ താൻജറോ ചോദിക്കുവാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ ആ വാളിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പോലും ഞാൻ തീർത്തിട്ടില്ലെന്ന്, അതൊന്നും നിങ്ങൾ കേൾക്കാതെ അതെടുത്ത് യൂസ് ചെയ്തു, ഞാൻ അതിന്റെ തുരുമ്പ് പോലും മര്യാദയ്ക്ക് കളഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻജറോയുടെ മൂക്കിലൊക്കെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും. ആ ടീമിനെ അറ്റാക്ക് ചെയ്തത് പിന്നെ എന്റെ പുറകിലുള്ള മുറിവ് ഇതുവരെ മാറിയിട്ടില്ല.
ഒരുത്തൻ കാരണമാ എനിക്ക് ഈ വാൾ തുടക്കം തൊട്ട് പോളിഷ് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് നിന്നോട് ചോദിച്ചിരിക്കും, ഞാൻ ഇതിന് നിനക്ക് പ്രതികാരം ചെയ്തിരിക്കും എന്ന് പറയുകയാണ് നമ്മുടെ ഹാഗ്നോസ്. ഇതൊക്കെ കേട്ട് ഗോട്ടോ പറയുകയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, താൻട്രോയ്ക്ക് ഇപ്പം അതിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ല, നിങ്ങളെക്കാട്ടി ഒരുപാടധികം മുറിവ് താൻട്രോയ്ക്കുണ്ട്. ഇതൊക്കെ കേട്ട് നമ്മുടെ ഹാഗ്നോസിക്ക പറയുകയാണ്, എന്നാൽ താൻട്രോ നീ ഒരു കാര്യം കേട്ടോ, നീ മരിക്കുന്നിടം വരെ എനിക്ക് എല്ലാ ദിവസവും റൈറ്റ് ഡെഫിനിറ്റ്സ് കൊടുത്തരണമെന്ന് പറയട്ടെ നമ്മുടെ ഹാഗ്നോസിക്ക അവിടെ നിന്ന് പോവുകയാണ്. പോലൊന്നുമല്ല നമ്മുടെ ഹാഗ്നോസിക്ക ചെറുതായിട്ട് ദേഷ്യമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, കാരണം മുറിവൊക്കെ അല്ലേ അതിന്റെ വേദന കാണുമെന്ന് പറയുകയാണ് നമ്മുടെ താൻട്രോ. ഇപ്പോഴാണ് നമ്മുടെ താൻട്രോ അവിടെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന ഗെന്നിയെ കാണുന്നത്. നിന്റെയൊക്കെ വായൊന്ന് അടച്ചു വെക്കാൻ പറ്റുമോ, ഞാൻ ഇവിടെ കുറെ നേരം കൊണ്ട് നിന്റെ സഹിച്ചോണ്ടിരിക്കുക, ഒന്ന് മിണ്ടായിരിക്കാൻ പറ്റുമോ എന്ന് ഗെന്നിയെ ചോദിക്കുക. ഞാൻ നിന്നെ കണ്ടില്ല, ഞാൻ ഇനി സൗണ്ട് ഉണ്ടാക്കത്തില്ലെന്ന് പറയുന്ന സമയത്തായിരുന്നു അവിടുത്തെ ജനലൊക്കെ പൊളിച്ചുകൊണ്ട് നമ്മുടെ ഇനോസ്കി ചാടി മറിഞ്ഞു വരുന്നത്. അവിടെ കിടന്ന് ചുമ്മാ അലച്ചോണ്ടിരിക്കുവാണ്. ഇതിലും ഭേദം താൻട്രോ തന്നെയായിരുന്നെന്ന് നമ്മുടെ ഗെന്നിയെ പറയുകയാണ്. ട്രെയിനിങ് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ് തുടങ്ങാൻ പോവുകയാണ്. ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങോ അതെന്താണെന്ന് നമ്മുടെ താൻട്രോ ചോദിക്കുന്നു. അതിനെ കുറിച്ചൊന്നും നിനക്ക് അറിയത്തില്ലേ, ഒരുപാടധികം പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമുക്ക് ട്രെയിനിങ് തരും, ഇത്രയും മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അങ്ങനെയൊക്കെയാണ് അവര് പറഞ്ഞത്, വേറെ കാര്യമൊന്നും നീ എന്നോട് ചോദിക്കില്ലെന്ന് പറയുകയാണ് നമ്മുടെ ഇനോസ്കി. നമ്മളെ കാണിക്കുന്നത് ഗ്രൂപ്പ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനെ കുറിച്ച് ഓരോന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാഷ്റാസിനെയാണ്. ഇതേ സമയത്ത് തന്നെ ചോദിക്കുകയാണ്, ട്രെയിനിങ് ഒക്കെ തുടങ്ങുന്നതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇത് എപ്പോഴാണ് തുടങ്ങുന്നത്, ഇത് എപ്പോഴാണ് നിർത്തുന്നത്? നമ്മൾ ഈ ട്രെയിനിങ് 3 ദിവസത്തിനുള്ളിൽ തുടങ്ങും, കാരണം മൂസാൻ കിബിക്സുജിയുടെ പ്ലാൻ എന്തുവാന്ന് നമുക്ക് ഇതുവരെ അറിയത്തില്ല. എപ്പോൾ വേണമെങ്കിലും നെസ്കോനെ കൊണ്ടുപോകാൻ മൂസാൻ വരും, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ ഹാഷ്റാസ് ആയിട്ടുള്ള നമുക്ക് തടഞ്ഞാൻ പറ്റുമെന്ന് വരില്ല. സമയം കിട്ടിയാൽ പോലും നമുക്ക് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും ട്രെയിനിങ് കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സുഗുക്കൂസിന് മാത്രം ട്രെയിനിങ് കൊടുക്കാമെന്ന് പറയുകയാണ്. സുഗുക്കോസ് എന്ന് വെച്ചാൽ ഹാഷ്റാസുമായിട്ട് അടുത്തിടയ്ക്ക് ഡീമൺ സ്ലേയേഴ്സിനെയാണ് പറയുന്നത്. അതിലാണ് നമ്മുടെ താൻട്രോ സെനിറ്റ്സു ഇനോസ്കി ഒക്കെ പെടുന്നത്. ഹാഷ്റാസ് ആയിട്ടുള്ള നമ്മളാണോ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? റിട്ടയർ ആയിട്ടുള്ള ഹാഷ്റാസിനോടും ഞാൻ ഹെൽപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സ്റ്റോൺ ഹാഷ്റാ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നീട് ആ ട്രെയിനിങ്ങിനെ കുറിച്ച് താൻട്രോയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെനിറ്റ്സുനെയാണ് നമ്മൾ കാണുന്നത്. ഒരു മിഷൻ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, വന്നപ്പം തന്നെ ട്രെയിനിങ്ങോ, എന്റെ ദൈവമേ നീ അതിന് പോകുന്നുണ്ടോന്ന് നമ്മുടെ താൻട്രോ ചോദിക്കുകയാണ്. എല്ലാ ഹാഷ്റാസും ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിൻ ചെയ്യും, അതാണ് ഈ ട്രെയിനിങ് എന്ന് പറയുകയാണ്. ഇതൊക്കെ കേട്ടാ നമ്മുടെ താൻട്രോ പറയുവാണ്, അതൊരു നല്ല കാര്യമാണല്ലോ. എന്ത് നല്ല കാര്യം, നമ്മൾ ഇത്രയും നാളും ഒരുപാടധികം ട്രെയിനൊക്കെ ചെയ്തിട്ടല്ലേ നമ്മൾ ഇതുവരെ വന്നിരിക്കുന്നത്, പിന്നെ എന്തിനാണ് നമുക്ക് വീണ്ടും ട്രെയിനിങ്? എന്താണ് സെനിറ്റ്സു, നല്ല ഹാഷ്റാസ് ഒക്കെ ട്രെയിൻ ചെയ്യാൻ വരുമ്പോ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്താണാ പറയുന്നത്, നിന്റെ തലമണ്ട അടിച്ച് പൊളിക്കും, നീ വരത്തില്ലല്ലോ, ഞങ്ങളല്ലേ കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്യേണ്ടി, ഞങ്ങൾ വേണ്ട ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യാനെന്ന് പറഞ്ഞിട്ട് നമ്മുടെ താൻട്രോയുടെ തലയിൽ കയറി കടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എനിക്കും വേണ്ട ഒരു തേങ്ങയും വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മുടെ സെനിറ്റ്സു. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി, അപ്പർ മൂൺ 4ന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയധികം സ്പീഡിൽ മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് അന്ന് നീ തണ്ടർ ബ്രീത്തിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് അപ്പർ മൂൺ 4നെ കൊല്ലാൻ പറ്റിയത്, വളരെയധികം നന്ദിയുണ്ട് സെനിറ്റ്സു എന്ന് പറയുകയാണ് നമ്മുടെ. അതുകൊണ്ട് തന്നെ നമ്മളെ ഹാഷ്റാസ് ട്രെയിൻ ചെയ്യാതിരുത്തും, അത് നമുക്ക് ഭാവിയിൽ ഉപകാരപ്പെടും, ഒന്നും വെറുതെ ആവില്ല സെനിറ്റ്സു എന്ന് പറയുകയാണ് നമ്മുടെ താൻട്രോ. കാരണമാണ് താൻട്രോയ്ക്ക് അപ്പർ മൂൺ 4നെ കൊല്ലാൻ പറ്റിയെന്ന് കേട്ട നമ്മുടെ സെനിറ്റ്സുവിന് വളരെയധികം സന്തോഷം വരികയാണ്. എന്താണ് താൻട്രോ എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ, എനിക്ക് തോന്നുന്നു അവരെനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും, ട്രെയിനിങ് തുടങ്ങാനുള്ള സമയമായെന്ന് പറഞ്ഞ് ടാറ്റ ബാബയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സെനിറ്റ്സു അവിടെ നിന്ന് പോവുകയാണ്. നമ്മൾ കാണിക്കുന്നത് ഡീമൺ സ്ലേയേഴ്സിനൊക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റിട്ടയർ ആയിട്ടുള്ള ടെങ്കനെയാണ്. ഹാഷ്റാസിന്നൊക്കെ റിട്ടയർ ആയി നിൽക്കുകയാണ് നമ്മുടെ ടെങ്കൻ. പോലും ടെങ്കനാണെങ്കിൽ ഡീമൺ സ്ലേയേഴ്സിനൊക്കെ ട്രെയിനിങ് ചെയ്യുകയാണ്. എന്തുവാണ് ഈ കാണിക്കുന്നത്, നീ ഒന്ന് ഒന്ന് ഉഷാറായിട്ട് ഓർഡറാ, ബിഗിനേഴ്സിന് സ്ട്രെങ്തിൽ എന്നൊക്കെ സമ്മതിക്ക്, ഈ ഓടുന്ന കാര്യമൊക്കെ വളരെയധികം സിമ്പിൾ അല്ലേ. പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ തളർന്ന് താരോട്ട് വീരുകയാണ്. ആരാടാ നിന്നോടൊക്കെ തളർന്ന് താര വീരാൻ പറഞ്ഞത്, പെട്ടെന്ന് എഴുന്നേറ്റ് ഓർഡറാന്ന് പറഞ്ഞ് അവന്റെ ചാന്തി കിട്ടണം കൊടുക്കുകയാണ്. നിങ്ങൾ വേറൊരു കാര്യം കൂടെ ആലോചിച്ചോ, എന്നെ പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കത്തില്ല മറ്റൊരു ഹാഷ്റാസ് എന്ന് പറയുകയാണ് നമ്മുടെ ടങ്. സമയം തന്നെ ടങ്ങിന്റെ ഭാര്യമാരൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇവന്മാരെ ഇങ്ങനെയൊക്കെ വിട്ടാ അവരെന്നെ കുറിച്ച് എന്താ ആലോചിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടങ്. ഇവരെ നിങ്ങളുടെ അടുത്ത് അയച്ചിരിക്കുന്നത് ഇവരുടെ സ്ട്രെങ്ത് കൂട്ടാനല്ലേ, അപ്പൊ മറ്റുള്ള ഹാഷ്റാസ് എന്താണ് ചെയ്യുന്നതെന്ന് ടങ്ങിന്റെ ഒരു ഭാര്യ ചോദിക്കുകയാണെങ്കിൽ ഇവരെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. മിക്സുരി ആണെങ്കിൽ ഫ്ലെക്സിബിൾ ട്രെയിനിങ് ചെയ്യും. ഒബനായി ആണെങ്കിൽ ഇവരുടെ ഷോർട്ട് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. സെനമി ആണെങ്കിൽ ഇവരെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കും. ജിയോമി ആണെങ്കിൽ ഇവർക്ക് ബോഡി ബിൽഡിംഗ് ട്രെയിനിങ് കൊടുക്കും. കാണിക്കുന്നത് നമ്മുടെ സെനമിയാണ്. സെനമി ആണെങ്കിൽ എല്ലാ ഡീമൺ സ്ലെയറിനെ വാരിക്കൊരി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മിക്സുരി ആണെങ്കിൽ ഒരു ഡീമൺ സ്ലെയറിനെ പിടിച്ച് ഫ്ലെക്സിബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആണെങ്കിൽ ഷോട്ട് കൊണ്ടുവരുന്ന എല്ലാ ഡീമൺ സ്ലെയറിനെ അടിച്ച് താരയിടുന്നു. നമ്മുടെ മുയിച്ചറോ ആണെങ്കിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ ജിയോമി ആണെങ്കിൽ അവരെ എല്ലാവരെയും വെള്ളത്തിൽ വെച്ച് ട്രെയിനിങ് ചെയ്യും. പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കൊണ്ടിരുന്ന താൻജോ എടുത്തോട്ട് ഒരു കാക്ക വരുന്നതാണ്. അതിന്റെ വായിൽ എന്തോ ഒരു കത്തുകൊണ്ട് അതെടുത്ത് വായിക്കാൻ നേരത്തെ ഹാഷ ട്രെയിനിങ്ങിന് ഇനി ജിയു ഇല്ല എന്നതാണ് വായിക്കുന്നത്. അത് എന്തുകൊണ്ട് എന്ന് താൻജോ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് വയ്യാതെ കിടക്കുന്ന മാസ്റ്റർ ഉപയോഗിക്കുകയാണ്. ഹാഷ്റാസൊക്കെ ആണെങ്കിൽ വരാൻ പോകുന്ന യുദ്ധത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണെങ്കിൽ ഒരു ഹാഷ ട്രെയിനിങ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികളാണെങ്കിൽ മൂസാനെ കൊല്ലാൻ വേണ്ടി ഓരോരോ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ലേഡി അമ്മാനെ അവരോട് പറയുന്നു, അമ്മാനെ
നീ എനിക്ക് വേണ്ടി ചെയ്തു തരുന്ന കാര്യത്തിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. ഇതൊന്നും ഒരിക്കലും ഞാൻ മറക്കത്തില്ലെന്ന് ഇതൊക്കെ കേട്ട് ഹമാനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ലേഡി തമായോനെയാണ്. അവരവിടെ ഇരുന്ന് എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തായിരുന്നു അങ്ങോട്ടൊരു കാക്ക വരുന്നത്. ഗുഡ് ഈവനിങ് മിസ് തമായോ, നിങ്ങളെ കാണാൻ സാധിച്ചുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനാണെങ്കിൽ കഗായോ ബോഷാക്കിയുടെ ഒരു മെസ്സഞ്ചറാണ്. ഒളിച്ച് താമസിക്കുന്ന ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ മാസ്റ്റർ കിടപ്പിലായി. എങ്ങനെയാണ് ഞങ്ങളെ കണ്ടുപിടിച്ചതെന്ന് തമായോ കാക്കയോട് ചോദിക്കുകയാണ്. ഞാനൊരു കാക്കയായതുകൊണ്ട് തന്നെ എന്നെ ആരും അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. അവരാണ് നിങ്ങളോട് താമസിക്കുന്ന ഉഷിഗ്രോയെ ഞാൻ കാണുന്നത്. ഞാൻ അവരെ ഫോളോ ചെയ്ത് ഞാൻ ഇവിടെ വരെ വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും അല്ല. നിങ്ങളോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ഡീമൺ സ്ലെയർ ക്രോപ്പിൽ ഒരു പെൺകുട്ടിയുണ്ട്. അവർക്ക് ഡീമൺസിന്റെ ഫിസിയോളജിയെ കുറിച്ചും മരുന്നുകളെ കുറിച്ചും ഒരുപാടധികം ബോധ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നെസ്കോനെ തിരിച്ചൊരു മനുഷ്യനാക്കാൻ പറഞ്ഞു വരുന്നത്. നിങ്ങളും ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് വരണം. നിങ്ങളും ഞങ്ങളുടെ കൂടെ മുസാരി കിബിക്സുജിയെ കൊല്ലാൻ വേണ്ടി നിൽക്കില്ലേ എന്ന് ചോദിക്കുകയാണ് കാക്ക. ഇതൊക്കെ കേട്ട് നമ്മുടെ തമായി ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. കാരണം ഒരു ഡീമനായിട്ടുള്ള എന്നെ ഒരു ഡീമൺ സ്ലെയർ ക്രോപ്പിലേക്ക് വിളിച്ചിരിക്കുന്നു വെച്ചാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 4 അകത്തിലെ ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. സോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. സോ നിങ്ങൾ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തരുന്നു. കാരണം നമ്മുടെ ചാനൽ ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്നു. റോഡ് ടു 1K ആണ്. ഇനി വെറും 500 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തന്നേക്കാം. സോ അടുത്ത ദിവസം അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ.